وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നമ്മൾ അറിയേണ്ടത് മലക്കുകളുടെ എണ്ണത്തെ സംബന്ധിച്ചാണ്. എത്രയാണ് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്? അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ. നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ പറ്റി അവനല്ലാതെ വേറെ ആർക്കും അറിയില്ല. റബ്ബിന്റെ സൈന്യങ്ങൾ മലക്കുകളാണ്. ആ സൈന്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ അല്ലാഹുവില്ലാതെ വേറെ ആർക്കും അറിയില്ല. എന്നാൽ ഈ മലക്കുകളുടെ ആധിക്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്ന ചില സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബൈത്ത് മഅ്മൂർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സൂറത്തുൽ തൂറിൽ അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട് ഈ ബൈത്ത് മഅ്മൂറിനെ കുറിച്ച്. ബൈത്ത് മഅ്മൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഅബയിലെ ഭൂമിയിൽ, ആ കഅബയിലെ നേരെ മുകളിൽ ആകാശത്തിൽ ഒരു കഅബയാണ്. ആ കഅബയിലെ മലക്കുകൾ വന്നിട്ട് തവാഫും സുജൂദൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ പോയ സമയത്ത് ആ കഅബയെ ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു. ഹാദൽ ബൈത്തുൽ മഅ്മൂർ, ഇതാണ് ബൈത്തുൽ മഅ്മൂർ. യുസല്ലി ഫീഹി കുല്ലി യൗമിൻ 70000 മലക്ക്. ഈ ബൈത്തുൽ മഅ്മൂറിൽ ഒരു ദിവസം 70000 മലക്കുകൾ വരും. എന്നിട്ട് അവിടെ തവാഫ് നടത്തും. ലാ യഊദൂന ഇലൈഹി ആഖിറ മഅലി. ആ 70000 മലക്കുകൾക്ക് പിന്നീട് അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല. പിറ്റേ ദിവസം 70000 മലക്കുകളാണ് വേറെ വരുന്നത്. നമുക്കറിയാം, നമുക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി അന്ന് നിശ്ചയിച്ചതാണ് ഭൂമിയിലെ കഅബയെ. മലക്കുകൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിർവഹിച്ചതാണ് ആകാശത്തിലെ കഅബയെ. ഇതിനാണ് ബൈത്തുൽ മഅ്മൂർ. ഖുർആനിൽ സൂറത്തുൽ തൂറിൽ പറഞ്ഞതാണ്. ബുഖാരിയിലുള്ള സകല ഹദീസുകളിൽ വന്നിട്ടുള്ളതുമാണ്. ഇവിടുത്തെ കഅബയുടെ പ്രത്യേകത, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും പോകും. എന്നാൽ അവിടുത്തെ കഅബയുടെ പ്രത്യേകത, അവിടെ ഒരു തവണ മാത്രമാണ് അവർക്ക് അതിന് അനുവാദമുള്ളൂ, പിന്നെ അനുവാദമില്ല. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം 70000 പേർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. പിറ്റത്തെ ദിവസം 70000, പിന്നെ അവർക്ക് പ്രവേശനമില്ല. പിറ്റത്തെ ദിവസം 70000. അപ്പൊ ഓരോ ദിവസവും 70000 മലക്ക് എന്ന് പറയുമ്പോൾ ഇതെന്ന് തുടങ്ങിയിട്ടുണ്ടാവും, ഇതെന്നാണ് അവസാനിക്കുക. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ മലക്കുകളുടെ ആധിക്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മാത്രം മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മലക്കുകളുടെ ആധിക്യം പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. മഹ്ശറിൽ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന സൂറത്തുൽ ഫത്ഹിലാണ് വജീഅ യൗമഇദിൻ ബിജഹന്നം. അന്ന് നരകം വലിച്ചു കൊണ്ടുവരുന്നു. ആരാ വലിച്ചു കൊണ്ടുവരുന്നത്? മലക്കുകളാണ്. മുസല്ലല്ലാഹു പറഞ്ഞ ഹദീസിൽ കാണാം, യുദ്ദാ ബിജഹന്നമ യൗമഇദിൻ. അന്ന് നരകം വലിച്ചു കൊണ്ടുവരും. ഫീഹാ 70000 സിമാമി. നരകത്തിൽ 70000 കടിഞ്ഞാണ് ഉണ്ടാവുക. അതിന്റെ കയർ വലിച്ചു കൊണ്ടുവരുന്ന കയർ 70000 ഉണ്ടാവും. ഓരോ കടിഞ്ഞാണിന്റെ മുകളിലും 70000 മലക്കുണ്ടാവുന്നു. അങ്ങനത്തെ 70000 കടിഞ്ഞാണുകൾ. അപ്പൊ ആ നരകം വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ 49 മില്യണോളം മലക്കുകൾ ഉണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ പഠിക്കുന്നത്. മാത്രവുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൗന വ അസ്മഉ മാ ലാ തസ്മഉ. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. നമുക്ക് പല ശബ്ദങ്ങൾ, പല കാഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചു. പക്ഷെ അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാം, ആകാശം കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ആകാശം കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാ ഫീഹാ മൗദിഉ അർബഇ അസ്വാബിഅ ഇലാഹി മലക്കുൻ സാജിദുൻ. ആകാശത്തിൽ 4 വിരൽ വെക്കാനുള്ള സ്ഥലം ഒഴിവില്ല മലക്ക് സുജൂദ് ചെയ്തിട്ടില്ലാതെ. ഇവിടെ നമ്മൾ ആകാശം കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് റസൂൽ ഉപയോഗിച്ചൊരു പദം അത്വാ എന്നാണ്. സാധാരണ മനുഷ്യന്മാർ കഴിയുന്ന ആ ശബ്ദം കഴിച്ചതല്ല, മറിച്ച് ഒരു ഭാരം, ഒരു ഒട്ടകത്തിന്റെ കട്ടിലിന്റെ മുകളിൽ ഒരു ഭാരം കഴിച്ചു വെച്ചാൽ ആ ഭാരത്തിന്റെ കാഠിന്യം കാരണം ഭാരം കൂടിയത് കാരണം ഞെരുക്കുണ്ടാവും. ഈ ഞെരുക്കത്തിനാണ് ശരിക്കും അത്വാ എന്ന പദം ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആകാശലോകം നിറയെ മലക്കുകളാണ്. നമ്മുടെ കയ്യിന്റെ 4 വിരൽ വെക്കാൻ വിരലിന്റെ സ്ഥലം നമ്മൾ ഒഴിവില്ല. മലക്കുകൾ അവിടെ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ മലക്കുകളുടെ ഭാരം നിമിത്തം ആകാശത്തിൽ കരിച്ച് അതിന്റെ ഞെരുക്കമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ചു, ആകാശലോകം നിറച്ച് മലക്കുകളാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ, തഹ്മീദ് ചെയ്യാൻ, സുജൂദ് ചെയ്യാനൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേക പടപ്പുകൾ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആ 4 ആൾ നിശ്ചയിക്കാൻ വന്നിട്ടില്ല എന്ന് അള്ളാഹൊന്നുമില്ല. നമ്മൾ നിശ്ചയിക്കാൻ വന്ന നമുക്കാണ് നിലനിൽക്കുന്നത്. അള്ളാഹുവിനെ സദാ ഞാൻ പറഞ്ഞില്ലേ, പകലും തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മലക്കുകളുടെ ആധിക്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പുറമെ നമുക്കറിയാം മനുഷ്യന്റെ കൂടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന 2 മലക്കുകൾ സദാവും. അതുപോലെ തന്നെ മനുഷ്യന് അഫറത്തിന്റെ മലക്കുകൾ സംരക്ഷണത്തിന് വേണ്ടി മുമ്പിലും പിറകിലും മലക്കുകളുണ്ട് എന്നുള്ളത്. മനുഷ്യനെ നന്മയിലേക്ക് പ്രചോദിപ്പിക്കാൻ വേണ്ടി തരീൻ എന്ന മലക്ക് മനുഷ്യന്റെ കൂടെ വേറെയുണ്ട്. നമ്മൾ ചില്ലറക്കാരില്ല, നമ്മളെ പലതും മുമ്പിലൊക്കെ എന്നിട്ട് ആളുടെ നമുക്ക് വരെ മനസ്സിലാവാനില്ല. അപ്പൊ ഇങ്ങനെ ഓരോ മനുഷ്യനും കൂടെ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ലോകത്ത്. പിന്നെ പോലെയുള്ള ആളുകളുടെ ഒരു വലിയ കിതാബ് മഹാനായ പണ്ഡിതൻ അദ്ദേഹം ചർച്ച വരുന്നത് ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കുന്നത് മലക്കളോടാണ്. അദ്ദേഹം പറഞ്ഞ ചില വാക്കിനെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയില്ല. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു കടലിൽ തോണിയായിട്ട് പോകുന്ന ആളാണ്. അയാൾ മത്സ്യം പിടിക്കാൻ വേണ്ടി പോകാൻ ആ അദ്ദേഹം വിട്ട മലയിലേക്ക് എത്ര മത്സ്യങ്ങളെ കയറ്റണമെന്നുള്ളത് അള്ളാഹു മലക്കുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ മലക്കുകളാണ് ആ മത്സ്യത്തിൽ അയാൾ കതറാക്കി മത്സ്യത്തിലേക്ക് കൊടുക്കുന്നത്. കതറാക്കിയില്ലെങ്കിലും ഇങ്ങനെ ഓരോ മനുഷ്യന്റെ കാര്യങ്ങളും ദുനിയാവിൽ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നുണ്ട്. ഈ മലക്കുകൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഈ മലക്കുകൾ എത്രത്തോളുണ്ട് ഏകദേശ ധാരണയാണ്. യഥാർത്ഥത്തിൽ നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ അവരെല്ലാം കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലക്കുകളുടെ വേഗത. അവരുടെ വേഗത നമ്മുടെ ബുദ്ധിക്ക് ചിന്തക്ക് അപ്പുറത്തുള്ള വേഗതയാണ്. നമുക്കറിയാം മനുഷ്യരെന്ന് കണ്ടെത്തിയ ഏറ്റവും വലിയ വേഗത പ്രകാശ വേഗതയാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ കടന്നു പോകും. അതാണ് പ്രകാശ വേഗത. ഒരു സെക്കൻഡ് ഇപ്പൊ 1 എന്ന് പറയുമ്പോൾ സെക്കൻഡായില്ല 3 ലക്ഷം കിലോമീറ്റർ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു വെച്ച ഗോളങ്ങൾ ശാസ്ത്രജ്ഞർ പറഞ്ഞ് 2 ലക്ഷത്തോളം ക്ലസ്റ്ററുകൾ പ്രപഞ്ചത്തിലുണ്ട്. ഓരോ ക്ലസ്റ്ററിനകത്തും 10,000 കോടി ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിനകത്തും 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിന് വലിപ്പം സൂര്യന്റെ 10 ലക്ഷം ഇരട്ടിയുള്ള വലിപ്പമുള്ള നക്ഷത്രമുണ്ട്. സൂര്യന്റെ അകത്ത് തന്നെ 15 ലക്ഷത്തോളം ഭൂമിനെ കൊണ്ടുപോയി പോകിട്ടാനുള്ള സ്ഥലമുണ്ട്. ഈ പ്രപഞ്ചം എന്താ കണ്ടെത്തിനും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കണ്ടെത്താനിരിക്കാറുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചെയ്യുന്ന സമാഹത്തുല്യ 1-ാം ആകാശത്തിനാണ് ഞാൻ മുഴുവൻ അന്ന് വെച്ചിട്ടുള്ളത്. ഇതിന് പുറമെ ആകാശങ്ങൾ ഇനിയും വീഴും
ആ ആകാശത്തിന് അപ്പുറത്ത് വെള്ളമാണ്. ഇതിനൊക്കെ ഓരോന്നിനും 500 വർഷങ്ങൾ വഴിദൂരമുണ്ട്. ഇതൊക്കെ കൃത്യമായ ഹദീസുകൾ വന്നതാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളായിട്ട് ഈ ഒന്നാം ആകാശത്തിൽ ഒരു കോളത്തിൽ നിന്ന് മറ്റൊരു കോളത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ പ്രകാശ വേഗതയിൽ പോയ വർഷങ്ങൾ എടുക്കുന്ന കോളങ്ങളുണ്ട്. ഇപ്പൊ സൂര്യന്റെ അടുത്തൊരു നക്ഷത്രമുണ്ട്, പ്രോക്സിമ സെന്റോറിയൽ എന്നുള്ള ഒരു നക്ഷത്രം. അതിനെ പ്രകാശ വേഗതയിൽ പോയ 4.4 വർഷം പിടിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് ഇതൊക്കെ ഒന്നാം ആകാശത്തിന് 7 ആകാശം അപ്പുറം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്ദേശവുമായി ജിബ്രീൽ അലൈഹിസ്സലാം സെക്കൻഡ് കൊണ്ട് എന്താണ്? അപ്പൊ ഇവരെ വേഗത എന്താ? പ്രകാശ വേഗത ഒന്നല്ല, അതിനപ്പുറത്ത് എന്തോ ഒരു വേഗത. ഒരു സമയം വേറെ നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കിയ സമയത്തിന്റെ ആപേക്ഷികത എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. എന്താണ്? ഓരോരുത്തർക്കും ഓരോ സമയമാണ്. നമ്മുടെ സമയമല്ല. നമ്മുടെ ഏറ്റവും വലിയ സമയം സെക്കൻഡാണ്. ഈ സെക്കൻഡിനെ നിങ്ങൾ വിഭജിച്ചിട്ടാണ്. ഒരു സെക്കൻഡിനെ 10 ലക്ഷത്തിലൊന്നാക്കി മാറ്റുന്നതാണ് ഒരു മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത്. അതിനെ വീണ്ടും 10 കോടിയിലൊന്നാക്കുന്നതിനാണ് നാനോ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. സമയത്തിന്റെ ആവശ്യകത നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് കൊടുത്ത ഒരു വേഗത അത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളത്. നമുക്കറിയാം, ഒരു സാമി വനിത അദ്ദേഹത്തിന്റെ ഭർത്താവായ സ്വാമിനെ കുറിച്ചിട്ട് പരാതി പറയാണ്. എന്താ പരാതി? ഈ ആദ്യത്തെ ഒരു സ്വഭാവമുണ്ട്. ഭാര്യമാരോട് ദേഷ്യം പിടിച്ചാൽ പറയുന്നത് എനിക്ക് നീ എന്റെ ഉമ്മനെ പോലെ എന്നിട്ട് ഉമ്മന്റെ മയം കാണില്ല. പിന്നെ കുറച്ചൊക്കെ പെണ്ണുങ്ങളമായി അങ്ങനെ ഉമ്മനെ പോലെയാണ് പിന്നെ പെണ്ണുങ്ങളുമായി കാണാൻ കൊണ്ടുപോകാൻ ചേർന്നു. അപ്പോൾ ഞാൻ 2 പെണ്ണുങ്ങളാവും തീരുമാനം ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മ ഇതൊന്ന് സമീപിക്കും. അത് വൃത്തികെട്ട ഒരു ഏർപ്പാടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇസ്ലാമിക ഈ വിഷയത്തിൽ ഒരു വിധി പറഞ്ഞു ഈ വിഷയത്തിൽ വിധിയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഈ ജീവിക്കാൻ പാടില്ല. കാരണം ഉമ്മാണെന്ന് പറയുന്നത് അപ്പൊ ഈ സ്ത്രീ താർക്കിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സ്വന്തം ആശ്രയിക്കാൻ കഴിയും, വേറെ ആളുടെ ആശ്രയം വേണം എന്നൊക്കെ ഇങ്ങനെ താർക്കിക്കാൻ മുജാദില മുജാദില. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താർക്കി ഈ സ്ത്രീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം വഹിയായിട്ട് കണ്ടു. ആ മിനിറ്റ് കൊണ്ട് ഇത് ഒഴുകാൻ വരുന്നത് നമ്മൾ ആലോചിക്കുക. അപ്പൊ ഈ വേഗത എന്താണെന്ന് നമ്മൾ ഇതൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ടുകൊള്ളാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ അംഗീകരിച്ച് പറ്റൂ. അങ്ങനെ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ഖുർആനിൽ വിശ്വസിക്കുന്ന മുഅ്മിനീകളായിട്ട് മാറുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മലക്കുകളുടെ വേഗത അതിവേഗത അതിന്റെ എന്താ പറയുക, അതിന്റെ സ്കൂളിൽ നമ്മുടെ ഊഹങ്ങൾക്ക് അതീതമാണ്. ഇനി നമ്മൾ അറിയേണ്ടത് മലക്കുകളുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് മലക്കുകൾ എന്തൊക്കെ ഇബാദത്ത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതിന് മാത്രം നമുക്ക് വാക്യമുണ്ടാവുക. ഒന്ന് നേരത്തെ പറഞ്ഞു അവര് തസ്ബീഹും തഹ്മീദും ഒക്കെ അല്ലാഹു നടത്തുന്നുണ്ട്. ദിക്റുകൾ സദാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞെന്താ? ഹജ്ജ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ പറഞ്ഞത് ബൈത്തുൽ മഅമൂർ സൂറത്ത് തൂറിൽ പറയുന്നു. ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് ഈ ബൈത്തുൽ മഅമൂറിനെ കുറിച്ചിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന നോക്കിയാൽ വിശദീകരണത്തിൽ യതഅബ്ബദൂന ഫീഹി വയതൂഫൂന കമാ യതൂഫൂന അഖിലല്ലാഹി ഫീ കഅബതിഹി. ഭൂമിയിലെ മനുഷ്യന്മാർ അവരുടെ കഅബയെ തവാഫ് ചെയ്യുന്നത് പോലെ ആകാശത്തുള്ള ഈ ബൈത്തുൽ മഅമൂർ മലക്കുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ കഅബയുടെ നേരെ മുകളിലാണ് ഈ കഅബ ഉള്ളത്. എത്രത്തോളം ആ കഅബയിലെ ഭൂമിയിലേക്ക് വീണാൽ നമ്മളെ കഅബയുടെ മുകളിൽ ഒന്നിട്ടാണ് വീഴാൻ. അത്ര മുകളിലാണ് എന്ത് ഈ കഅബാലയം. അവിടെ വന്നിട്ട് അവർ ചെയ്യുന്നുണ്ട്, അവരുടെ ഹജ്ജ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സുജൂദ് ചെയ്യുന്ന 4 പേരെ വെക്കാനുള്ള സ്ഥലമില്ല, അവർ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ ഇബാദത്തായിട്ട് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്നത്. വേറെ ഇബാദത്തിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ മൊത്തം അല്ലാഹു പറഞ്ഞ
അള്ളാഹ് കൽപ്പിച്ചത് അവർ നിൽക്കില്ല, എന്തും അനുസരിക്കുന്ന ഒരു പ്രകൃതമാണ് അവർക്കുള്ളത് എന്ന്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മലക്കുകൾ മരിക്കുമോ ഇല്ലേ? ജിന്ന് മനുഷ്യൻ മരിക്കുന്നത് പോലെ മലക്കുകൾക്ക് മരണമുണ്ട് എന്നാണ് പ്രമാണത്തിൽ മനസ്സിലാക്കാൻ വേണ്ടത്. അപ്പൊ നമ്മളെല്ലാം ആളുകൾ ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്ന ജനിക്കുന്ന അങ്ങനെയല്ല, മറിച്ച് അവർ അവസാനം എന്ത് ചെയ്യും? അവർക്ക് മരണമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ പണ്ഡിതന്മാർ തെളിവുകൊണ്ട് എന്താ പറഞ്ഞത്? അള്ളാഹു പറയാണ് ഊതപ്പെടും. അപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലുള്ള എല്ലാവരും ചലനമറ്റ് വീഴും. മരണമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഊതൂതും അവരൊക്കെ എഴുന്നേറ്റ് വരും. എല്ലാ മനുഷ്യ ആദ്യത്തെ ഊത്തിലെല്ലാം നശിക്കും, രണ്ടാമത്തെ ഊത്തിനാണ് എഴുന്നേറ്റ് വരാൻ. ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞു, ഈ ആദ്യത്തെ ഊത്ത് എല്ലാത്തിനെയും ആഘാതം ഏൽപ്പിക്കുന്ന ഊത്താണ്. എല്ലാത്തിനും അത് ബാധിക്കും, ആരും ഒഴിവാവില്ല. അത് മഴക്കിനും ബാധിക്കുമെന്നത് അദ്ദേഹം പറയാം. ആ സമയത്ത് ആകാശഭൂമികളിലുള്ള സകല ജീവനുള്ളതും മരിച്ചു വീഴുന്ന, ആകാശത്തിലുള്ളതായ മലക്കുകൾ അവരും മരിച്ചു വീഴുന്നുണ്ടെന്ന്. എത്രത്തോളം മലക്കൾ അവസാനം മരിക്കുന്നത് മലക്കുൽ മൗത്തായിരിക്കും. നമുക്കറിയാം, എല്ലാത്തിന്റെയും റൂപിനെ പിടിക്കുന്ന ആളാണ് മലക്കുൽ മൗത്ത്. അവസാനം മലക്കുൽ മൗത്തിന്റെ റൂപ് എന്ത് ചെയ്യും? അതില്ലാതായിരിക്കും. പിന്നെ ഒന്നുണ്ടായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. അതാണ് സൂറത്തുൽ റഹ്മാനിൽ പറയുന്നത്, എന്ത് കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും. അതുപോലെ ഖസസിൽ കാണാം, കുല്ല ശൈഇൻ ആലികുൻ ഇല്ലാ വജ്ഹു. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നശിക്കും, അല്ലാഹുവിന്റെ വചനമല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരും മലക്കുകൾക്ക് മരണമുണ്ട് എന്നാണ് പഠിപ്പിച്ചിരുന്നത്. ഷാബാക്കിനെ നമുക്ക് പഠിക്കാനുള്ളത് മലക്കുകളുടെ പേര് നമ്മൾ പഠിക്കണം. പണ്ഡിതന്മാർ മലക്കുകളെ കുറിച്ചുള്ള പഠനം മുജുമലായി മുഫസ്സലായിട്ട് പഠിപ്പിക്കുന്നത്. മൊത്തം നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം അതിൽ പഠിക്കാൻ മലക്കുകളെ പേര് ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പേരോട് കൂടിയിട്ട് നമ്മൾ വിശ്വസിക്കണം. പല പേരുകളും ഇല്ലാത്ത പേരുകളൊക്കെ നമ്മൾ വിശ്വസിച്ച് നടക്കുന്നുണ്ട്. നമ്മൾക്കിടയിൽ വ്യാപകമായ പേര് വന്നിട്ടില്ല, അതൊന്നും കിട്ടിയാൽ നമുക്കറിയാം. പക്ഷെ അത് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതിന്റെ. പിന്നെ മലക്കുകളും നമ്മളും തമ്മിൽ പ്രത്യേക ബന്ധം. പിന്നെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അത് കിട്ടണമെങ്കിൽ ചില അമലുകൾ നമ്മൾ ചെയ്യും. പിന്നെ മലക്കുകളുടെ ശാപപ്രാർത്ഥന, അത് ചില പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ശമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അത് നമ്മൾ അറിയാം. കാരണം പലപ്പോഴും നമ്മൾ കുടുംബത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ആ മലക്കുകളുടെ ശാപപ്രാർത്ഥന കറക്കമാകും. സ്ത്രീകളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശദീകരിക്കാം. ശരിയായ പ്രമാണത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പോലീസുകളും സംസ്ഥാനവും സാധ്യമായ സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊക്കെ നമുക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് അവർക്ക് എളുപ്പത്തിന് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും വിജ്ഞാനികളും നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി